ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2-ന്റെ രണ്ടാമത്തെ വോള്യത്തിൽ വരുന്ന നമ്മൾ ഇതുവരെ കണ്ടു നിർത്തിയതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എപ്പിസോഡ് 5 ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് വെഗ്ന അവൻ്റെ എന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു പ്ലാന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോളി അടങ്ങുന്ന 12 കുട്ടികളെ അവൻ്റെ വെസൽസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഡെമോഗോർഗൻസിനെ അയക്കുന്നതും. പക്ഷെ ഈ ഒരു കാര്യം വില്ലിന്റെ പ്രത്യേക സ്പെഷ്യൽ പവർ വെച്ചിട്ട് മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കുന്ന നമ്മുടെ ഹീറോസ് ആകട്ടെ ആ ഒരു കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ ഡെമോഗോർഗൻസ് വന്നിട്ട് നമ്മുടെ ഹീറോസിനെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മൈക്കിനെയും ലൂക്കസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൃത്യസമയത്ത് തന്നെ വില്ലിപ്പോ അവന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പവർ ഉപയോഗിച്ച് ആ ഒരു ഡെമോഗോർഗൻസിനെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവരെ കൊന്നുകളയുന്നതും അങ്ങനെ അവന്റെ ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ കണ്ടിന്യൂഷനിൽ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് മനസ്സിലാവാണ്ട് അവർ ഷോക്ക്ഡ് ആയിട്ട് തന്റെ പവറിൽ തന്നെ അത് അതിശയിച്ച് നിൽക്കുന്ന വില്ലിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ വില്ലിന്റെ അടുത്തേക്ക് അവന്റെ അമ്മയും മൈക്കും ഓടി വന്നിട്ട് ഇപ്പൊ നീ ചെയ്ത കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായോന്നും, നീ ഒരു ഡെമോഗോർഗനെ കൺട്രോൾ ചെയ്ത് അതിനെ കൊല്ലാനായിട്ട് നിനക്ക് സാധിക്കുമെങ്കിൽ അത്രമാത്രം പവർഫുൾ ആണ് നീയെന്നും നിനക്ക് ഇത്രയും പവറൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവരും അതിശയിച്ച് അതിന്റെ സന്തോഷത്തിൽ വില്ലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഇതേ ടൈമിൽ വില്ലാകട്ടെ കാര്യം അവന് ചില ഡെമോഗോർഗൻസിനൊക്കെ കൊന്നുകളയാനായിട്ടൊക്കെ പറ്റിയെങ്കിലും വെഗ്ന പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവന്റെ വെസലുകളായിട്ട് അവൻ യൂസ് ചെയ്യാനിരുന്ന ആ ഒരു 12 പിള്ളേരെയും അവരതിനു മുമ്പ് തന്നെ അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് താന് ഇപ്പം ഈ ഒരു പവർ യൂസ് ചെയ്തെങ്കിലും അതിന് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഇല്ലെന്നും മാത്രമല്ല ഇത് ഞാൻ മുമ്പേ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ തനിക്ക് അവരെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ആ ഒരു റിഗ്രറ്റും ഇപ്പോൾ വില്ലിന് തോന്നുന്നുണ്ട്. ഇതേ നേരം അവർ രണ്ടുപേരും കൂടി അവനെ സമാധാനിപ്പിക്കുമ്പോഴാണ് അവിടേക്ക് ഈ മിലിറ്ററിയുടെ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് കണ്ടിട്ട് അവർ അവിടെ നിന്ന് വേഗം തന്നെ ടണൽസ് വഴി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പോ വെഗ്ന കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പിള്ളേരെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവരിപ്പോ ഹോളിക്ക് ഉണ്ടായതുപോലെ തന്നെ അവരും വെഗ്നയുടെ ആ ഒരു മെമ്മറിയിലേക്ക് എത്തിയിട്ട് അവരുടെ മുമ്പിലേക്ക് ഇപ്പൊ വെഗ്ന ഹെൻറി എന്ന പേരിൽ അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ഹീറോ ആയിട്ട് വന്ന് അഭിനയിച്ചിട്ട് അവരുടെ അടുത്ത് ഈ ഒരു വേൾഡ് ഫുള്ളും മോൺസ്റ്റേഴ്സ് ആണെന്നും ഒരു മോൺസ്റ്റേഴ്സ് ആകട്ടെ അവരെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പക്ഷെ ഈ ഒരു ലോകത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് തന്നെ മുമ്പിലിരിക്കുന്ന ആ ഒരു കുട്ടികൾക്ക് മാത്രം സാധിക്കുള്ളൂ എന്നും അതിന് വേണ്ടിയിട്ട് അവർ വേറൊരു വേൾഡിലേക്ക് തന്നെ അവൻ കൊണ്ടുപോകാന്നൊക്കെ അവനിങ്ങനെ പിള്ളേരുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അവന്റെ പുറകിലുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഹോളി മാത്രം. ഇനിയും നിനക്ക് പിള്ളേരെ കൂട്ടണമെന്നും അതിന് വേണ്ടിയിട്ട് നീ പുറത്തേക്ക് പോകണ്ടോന്നും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് അവൾക്ക് ആൻസർ കൊടുക്കുന്നുണ്ട്. ശരിക്കും അവൻ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന നേരെ നോക്കിയിട്ട് നേരെ കാട്ടിലേക്ക് ചെന്ന് മാക്സിനെ കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു അവളുടെ ആ ഒരു പ്ലാൻ. അങ്ങനെ ഇനി വെഗ്ന വീട്ടിലുണ്ടാവുമെന്നും ഈ ഒരു പ്ലാൻ നടക്കില്ലല്ലോ എന്നും ആലോചിച്ച് അവൾക്ക് ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് ഹോപ്പറും നമ്മുടെ ലെവനും കൂടിയിട്ട് കലിയെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ പിടിക്കാനായിട്ട് മിലിറ്ററിക്കാർ ഇപ്പൊ അവിടേക്ക് എത്തുമ്പോഴേക്കും അവരെ രണ്ടുപേരെയും അവിടെ കാണാനില്ലെന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കാലിയെ നോക്കുകയാണെങ്കിൽ അവളുടെ എന്തോ വിയോടായിട്ട് ഡോക്ടർ കെയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു സംശയത്തിലൂടെ അവള് കലിയെ തൊടുമ്പോഴാണ് അത് ശരിക്കും കലി അവളുടെ ആ ഒരു പവർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണെന്നും ശരിക്കും കലി ഇപ്പോൾ നേരെ ഹോപ്പറിന്റെയും ലെവന്റെയും കൂടെ അപ്സൈഡ് ഡൗണിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതും നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അതിനുശേഷം വീണ്ടും ടോയ്സിനെയും മൈക്കിനെയും കാണിക്കുകയാണെങ്കിൽ അവരിപ്പോ ആ ഒരു ടണലിലൂടെ നേരെ ലൂക്കസിന്റെ അടുത്ത് എത്തിയിട്ട് അവന്റെ മുറിവൊക്കെ വെച്ച് കെട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ വില്ലിന്റെ അമ്മ ഇപ്പോൾ അവന്റെ അടുത്ത് നീ അവിടെ വെച്ചിട്ട് ഡെമോഗോർഗൻസിനെ കൺട്രോൾ ചെയ്തത് താൻ കണ്ടു എന്നും അങ്ങനെ അവറ്റങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് വെഗ്നേനെയും അതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും അങ്ങനെ നീ അവന്റെ ബോഡിയിൽ തന്നെ കയറിയിട്ട് സ്വയം അവനെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കണമെന്നും അങ്ങനെ എന്ത് വില കൊണ്ടും വെഗ്നേനെ അവൻ തന്നെ കൊന്നു കളയണമെന്നും അവന്റെ അമ്മ ഇപ്പൊ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് പല അവസരങ്ങളിലും വില്ലിന്റെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് തന്റെ മകനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവന് മാത്രമേ വെഗ്നയെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ എന്നും എന്ത് വില കൊടുത്തും അവനത് ചെയ്യണമെന്നും എന്റെ അമ്മ പറയുമ്പോൾ അത് കേൾക്കുന്ന വില്ല് വളരെ കോൺഫിഡന്റ് ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവിടെ ഹോപ്പറും ലെവനും കാലിയും ഒക്കെ കൂടിയിട്ട് ബാക്കി അപ്സൈഡ് ഡൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഡസ്റ്റിനെയും സ്റ്റീവിനെയും ഹെൻഡർസനെയും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വോളിന്റെ അവര് വന്ന് കാറ് ഇടിച്ച് മറ്റൊരു സൈഡിലേക്ക് എത്തുമ്പോൾ അവിടെ അവർ 3 പേരും ഉണ്ടായിരുന്നില്ല. ഇതേ നേരം അവർ 3 പേരും ആകട്ടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്ന അപ്സൈഡ് ഡൗണിൽ സെന്ററിൽ ഉണ്ടായിരുന്ന ആ ഒരു ലാബിലേക്കാണ് എത്തുന്നത്. മാത്രമല്ല ഇപ്പൊ അവർ 4 പേരും കൂടിയിട്ട് ആ ഒരു ലാബില് ഒരു വോളിനെ ഡിസ്ട്രോയ് ചെയ്യാനും അപ്സൈഡ് ഡൗണിൽ നിന്ന് തിരിച്ച് പോവാനും ആയിട്ടുള്ള ഒരു വഴിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിനിടയിൽ മാത്തമാറ്റിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡസ്റ്റിനാകട്ടെ ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ആ ഒരു വോൾ എന്ന് പറയുന്നത് വെക്ന അവന്റെ ബ്ലാക്ക് മാജിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെയർ ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നിലനിർത്തുന്നതിന് ഒരു ജനറേറ്റർ ആവശ്യമാണെന്നും ആ ഒരു ജനറേറ്റർ ആകട്ടെ ഈ ഒരു ലാബിൽ തന്നെ എവിടെയോ ഉണ്ടായിരിക്കുന്നുമാണ് അവൻ പറയുന്നത്. സോ ബേസിക്കലി ആ ഒരു ജനറേറ്റർ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു വോൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഹോളിയെയും ബാക്കി കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ജനറേറ്റർ കണ്ടുപിടിക്കാനായിട്ട് അവർ 4 പേരും 2 ടീമുകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ജോനാഥനും നാൻസിയും ഒരു ടീമായിട്ടും സ്റ്റീവും ഡസ്റ്റിനും വേറൊരു ടീമുമായിട്ടും പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡസ്റ്റിനും സ്റ്റീവിനും അങ്ങനെ സ്വയം പെയറാവാനായിട്ട് യാതൊരു താല്പര്യമില്ലെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരു വീട്ടിലാകട്ടെ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മാക്സിനെ കണ്ടുപിടിക്കണമെന്നും എത്രയും വേഗം വെഗ്നയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നും തീരുമാനിച്ച് ആ കുട്ടികൾ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അവളുടെ കണ്ണ് വെട്ടിച്ച് ഓളി നേരെ ഇപ്പൊ ആ ഒരു കാട്ടിലേക്ക് ചെന്നിട്ട് മാക്സിനെ കണ്ടുമുട്ടി അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വെഗ്ന ആ ഒരു കുട്ടികളെ വെച്ചിട്ട് പുതിയ അവൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലോകം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ആ ഒരു ലോകം ഉണ്ടാക്കാനായിട്ട് പോവാണെന്നും നാളെ തന്നെ നടക്കുന്നു, അതുകൊണ്ട് ഈ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും ഓളി അങ്ങനെ മാക്സിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് അവർ അത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ വെച്ച് അവർ ഡെറിക്കിനെ കാണുന്നുണ്ട്. അങ്ങനെ ഡെറിക്ക് ഇപ്പോൾ ഓൾറെഡി നടന്ന കാര്യങ്ങളും ഓളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് താൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ തന്നെയും കൂടി കൂട്ടണമെന്നും അവനിപ്പോ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹോളിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. കാരണം ഒരു 2 പേരും മിസ്സിംഗ് ആണെന്നുള്ള കാര്യം വ്യക്തം അറിയുകയാണെങ്കിൽ തീർച്ചയായും അവൻ അവരെ സെർച്ച് ചെയ്ത് ഈ ഒരു കാട്ടിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഡെറിക്കിനെ യൂസ് ചെയ്തിട്ട് വെഗ്നയുടെ ശ്രദ്ധ തിരിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിന് അവർക്ക് 2 പേർക്കും കൂടി ഇവിടെ രക്ഷപ്പെടാമെന്നും ഹോളി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ റേഡിയോ സ്റ്റേഷനിൽ വെച്ചിട്ട് ജോയ്സും മൈക്കും എറിക്കയും ലൂക്കസും എല്ലാവരും കൂടി ഇരുന്നിട്ട് ബില്ലിന്റെ ഹെൽപ്പോട് കൂടി വെഗ്നയുടെ മൈൻഡിലേക്ക് കയറിയിട്ട് പിള്ളേരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബില്ലിനാകട്ടെ ഡെമോഗോർഗന്റെ ആ ഒരു മൈൻഡിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് വെഗ്നയിലേക്കും പോകണമെങ്കിൽ അവന് ഏതെങ്കിലും ഒരു ജീവനോടെയുള്ള ഡെമോഗോർഗന്റെ അടുത്ത് അത്രയും റേഡിയസിന് ഉള്ളിൽ ആയിരിക്കണല്ലോ. പക്ഷെ ഇപ്പോ അവരങ്ങനെ അതിന് അടുത്തല്ലാത്തതുകൊണ്ട് അവന് അവന്റെ പവർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനു വേണ്ടിയിട്ട് ലൂക്കസ് ഒരു ഐഡിയ ആയിട്ടും അവന്റെ ബെസ്റ്റ് ആയിട്ടുള്ള എറീക്ക വേറൊരു ഐഡിയ ആയിട്ടും വരുന്നുണ്ട്. സോ എറീക്കയുടെ ഐഡിയ പ്രകാരം ആ ഒരു ഡെമോഗോർഗൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് കേടായി പോയതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്ത് വേറൊരെണ്ണം ഉണ്ടാക്കാനും ഇപ്പൊ ഡസ്റ്റിൻ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ടീച്ചറിന്റെ ഹെൽപ്പ് തേടാനുമായിട്ടാണ് എറീക്ക പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുമെന്നും അതിന് പകരം ഹൈ വോൾട്ടേജ് കൊടുത്ത് അത്രയും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആ ഒരു ഡെമോഗോർഗനെ തിരിച്ച് ലൈഫ് കൊടുത്ത് അതിന് ജീവൻ വെപ്പിച്ചിട്ട് ആ ഒരു ടൈമിൽ വില്ലിനെ അതിന്റെ ആ ഒരു റേഡിയസിന്റെ ഉള്ളിൽ നിർത്തിയിട്ട് അവന്റെ പവർ യൂസ് ചെയ്തിട്ട് വെഗ്നയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നതിനും ആ പിള്ളേരെ രക്ഷിച്ചു കൊണ്ടുവരാനും അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും സേഫായി കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി കൂടുതൽ തന്നെ കൊടുത്തിട്ട് ആ ഒരു ഡെമോഗോർഗനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയാൻ നമുക്ക് സാധിക്കുമെന്നും ഇപ്പൊ ലൂക്കസ് പറയുമ്പോൾ ഇത് രണ്ടും നല്ല ഐഡിയ ആണെങ്കിലും ഇതിന് രണ്ടിനും അവരുടേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവരെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം അപ്സൈഡ് ഡൗണില് ഡസ്റ്റിൻ പറഞ്ഞതുപോലെ ആ ഒരു ജനറേറ്റർ കണ്ടുപിടിക്കാനായിട്ട് അവർ 2 പേരും പെയർ വൈസ് ഇറങ്ങി തിരിക്കുന്നതിന്റെ ഇടയിൽ ജോനാഥനും നാൻസിക്കും ഇടയിൽ പഴയതുപോലെ അല്ലാത്തതുകൊണ്ടും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് പറഞ്ഞു തീർക്കാനായിട്ട് ജോനാഥൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാൻസി ആകട്ടെ ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അവളെ സംബന്ധിച്ച് എങ്ങനെയും ഹോളിയെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ഒരുപാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡോറ് ഓപ്പൺ ചെയ്യുകയും അതിനകത്ത് നോക്കുമ്പോൾ ഇതുവരെ അവർ കണ്ടിരുന്ന പോലെ ആ ഒരു ബ്ലാക്ക് കളർ ആംസ് ഒന്നും അല്ലായിരുന്നെന്നും അതിന് പകരം അതൊക്കെ മെൽറ്റായിട്ട് ഒരുമാതിരി വൈറ്റ് കളറിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അവർ കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ ആയിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് ഫൈനലി ഇന്ന് നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ലൊരു രീതിക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം നിന്നിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. സോ ആ ഒരു സന്തോഷം അവരോടൊപ്പം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ തന്നെ 4 ചാനലുകളായിട്ടുള്ള മല്ലു ഡബ്ഡ്, മല്ലു എപ്പിസോഡ്, ആനിമി മാനിയ, ഗോപൊളി എന്നിങ്ങനെ 4 ചാനലുകളിലായിട്ടും നമ്മൾ ഈ ഒരു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗിഫ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ നമ്മൾ പ്രകൃതിയോട് ചേർന്നിട്ട് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പെറ്റ്സിൽ പെടുന്ന കോക്കറ്റാൽ എന്ന ബേർഡിനെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ചൂസൺ ആയിട്ടുള്ള വിന്നേഴ്സിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 2nd ഉം 3rd പൊസിഷൻസിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സൈസ് ചാർട്ടിലുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടീഷർട്ട്സും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, ഓണേഴ്സുമായിട്ട് വളരെ ഡീപ്ലി ബോണ്ട് ചെയ്യുന്ന കോക്കറ്റൈൽസിനെയും അതുപോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ടീഷർട്ട്സും ഗ്രാബ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മളുടെ ഈ 4 ചാനലുകളും ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയതോ പുതിയതോ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും ഒക്കെ കോമൻസ് വഴി ഞങ്ങളെ അറിയിക്കുക. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോമൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോക്കറ്റൈൽസിനെ നിങ്ങൾ ഇത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നും അതുപോലെ നിങ്ങളുടെ ആവശ്യം അത്രമാത്രം ജനുവിനാണോ എന്നും കൂടി കോമൻറ്റ് ചെയ്യണേ. മാത്രമല്ല, ഈ ഒരു കോക്കറ്റൈൽസിനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജീവനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുമെന്നും ഒന്ന് എഷ്വർ ചെയ്ത് സംസാരിക്കണേ. അങ്ങനെ നിങ്ങളുടെ ആവശ്യം വളരെ വ്യക്തമായ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഞങ്ങളുടെ ഓരോ ചാനലുകളിലും ഏറ്റവും കൂടുതൽ കോമന്റുകൾ ചെയ്തിട്ടുള്ളവരെ ആയിരിക്കും നമ്മൾ ഇതിന്റെ വിന്നേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ കമന്റ്സ് ജെനുവിൻ ആണെന്ന് തോന്നി അത് ബാക്കിയുള്ള വ്യൂവേഴ്സ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം നമ്പർ ഓഫ് ജെനുവിൻ കോമന്റ്സിനും അതിന് ബാക്കിയുള്ള വ്യൂവേഴ്സ് കൊടുത്തിരിക്കുന്ന ലൈക്സിനും അനുസരിച്ചാണ് നമ്മൾ ഫൈനൽ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. സോ കോക്കറ്റെയിൽസിനെയും 20 ടീഷർട്സിനെയും കിട്ടാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽസിൽ പഴയതോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് താഴെ പോയിട്ട് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ കോമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാം. സോ ഈ ഒരു ഗിഫ്റ്റുകളുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വർഷം ഞങ്ങളുടെ ഗിഫ്റ്റുകളൊക്കെ ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇയർ ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. സോ സ്വാഭാവികമായിട്ടും അവരതിൽ ക്യൂരിയസ് ആവുകയും കൂടുതൽ അതിലേക്ക് സെർച്ച് ചെയ്ത് പോവുകയും ചെയ്യണം. ഇതേ നേരം ഡസ്റ്റിനെയും നാൻസിനെയും ഒക്കെ നോക്കിയിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ലെവനും കലിയും കൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. കലിയെ അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ കൊന്നിട്ട് മിലിറ്ററിക്കാർ പിടിച്ചുകൊണ്ട് വന്നതും പിന്നീട് അവളെ ആ ഒരു ലാബിൽ പൂട്ടിയിട്ടിട്ട് അവളുടെ ബോഡിയിൽ നിന്നും എപ്പോഴെപ്പോഴും അവർ ബ്ലഡ് ഊറ്റിയെടുത്തുകൊണ്ടിരുന്നതും ഡോക്ടർ കേക്ക് എന്തോ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് അവളെ ഒരു ടൂളായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ ഇപ്പോൾ ലെവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നേരത്തെ ഹോളിയുടെ പ്ലാൻ പോലെ തന്നെ ഡെറിക് ഇപ്പോൾ നേരെ കാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ചിട്ട് ഹെൻറിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയും ബാക്കി കുട്ടികളെ ഒരു കാര്യം ഹെൻറി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ഹോളിയും മാക്സും കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സിഗ്നലും തേടി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവർക്ക് ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മളുടെ ഒളിയുടെ ഒരു മെമ്മറി ആയിരുന്നു. അതായത് വെക്ന എപ്പോൾ മുതലാണോ അവൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ടൈം മുതലുള്ള എല്ലാ മെമ്മറീസും പരസ്പരം കണക്റ്റഡ് ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെമ്മറിയിലേക്ക് അവർ കയറുന്ന സമയത്ത് ഹോളി പോലും അറിയാണ്ട് അവൾ ഇതൊരു മൂവി കാണുന്നതിൻ്റെ ഇടയിലാണ് വെക്ന ആദ്യമായിട്ട് അവളെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം മാക്സ് ഇപ്പോൾ ഹോളിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെക്നയെ കാണുമ്പോൾ അവൾ പേടിക്കുന്നുണ്ടെങ്കിലും ഇത് വെറും അവളുടെ ഒരു മെമ്മറി ആണെന്നും ഇവിടെ വെച്ചിട്ട് ആർക്കും ഇതിനെ ഉപദ്രവിക്കാൻ സാധിക്കില്ലെന്നും മാക്സ് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെമ്മറിയിൽ നിന്നും ബുക്ക് ഷെൽഫിൽ ഉണ്ടായിരുന്ന കുറച്ച് ബുക്കുകളൊക്കെ തട്ടിക്കളയുമ്പോൾ വെക്ന അടുത്തതായിട്ട് അവളെ മീറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് മെമ്മറിയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അത് അവളുടെ സ്കൂൾ ലൈബ്രറിയിൽ ആദ്യമായിട്ട് വെക്ന അവൾ മീറ്റ് ചെയ്യാൻ വരുന്ന ഒരു മെമ്മറി തന്നെയായിരുന്നു. അവിടേക്ക് അവൻ വന്ന് സ്വയം ഹെൻറി ആയിട്ട് പരിചയപ്പെടുത്തുകയും അവളുമായിട്ട് കമ്പനി ആകുന്ന സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതേ നേരം വീണ്ടും ആ ഒരു അപ്സൈഡ് ഡൗണിൽ ഇപ്പോൾ ഡസ്റ്റിനെയും സ്റ്റീവിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഇപ്പൊ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ശരിക്കൊരു ഫേക്ക് ഫ്രണ്ട് ആണെന്നും എടിയെ പോലെ അല്ലാന്നൊക്കെ ഡസ്റ്റിൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയും സ്റ്റീവ് ആകട്ടെ ഇടി മരിച്ചത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും അവൻ സ്വയം ഹീറോ ആവാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇപ്പൊ അവിടെ കിടന്ന് പൊരിഞ്ഞ് അടി കൂടിക്കൊണ്ടിരിക്കുകയും ഡസ്റ്റിൻ സ്റ്റീവിനെ നന്നായി തന്നെ ആക്രമിക്കുകയും ലാസ്റ്റ് എല്ലാം മതിയായിട്ട് സ്റ്റീവ് ഇപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ആകെ വിഷമിച്ച് ഡസ്റ്റിനിപ്പോൾ അവിടെ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു ഡോറ് അവൻ ഓപ്പൺ ചെയ്ത് നോക്കുകയും അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് അവൻ ആദ്യം ഞെട്ടിതിരിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു റൂമിലാകട്ടെ ഒരു അപ്സൈഡ് ഡൗണുമായിട്ട് റിലേറ്റ് ആകുന്ന ഒരുപാട് ബുക്കുകളും ജേർണൽസും കുറെ മാപ്പുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഡസ്റ്റിൻ ഇതിനു മുമ്പ് അവന്റെ തിയറി വെച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഡിഫറെന്റും ഓപ്പോസിറ്റും ആയിട്ടായിരുന്നു അവിടെയുള്ള ഓരോ ഡാറ്റയും എന്നതുകൊണ്ട് തന്നെ ഇതുവരെ അപ്സൈഡ് ഡൗണിനെ പറ്റിയിട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്നും ഇവർ വിചാരിച്ച മാതിരിയല്ല കാര്യങ്ങളെന്നും പല കാര്യവും ഇപ്പൊ ഡസ്റ്റിൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വീണ്ടും നമ്മുടെ ലെവനെയും കളിയും കാണിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ അവളെ ഈ ഒരു മിലിറ്ററിക്കാർ ഇവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും പക്ഷെ പറ്റിയൊരു ടൈം നോക്കിയിട്ട് ഇവളാകട്ടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ ഒരു എക്സിറ്റ് നോക്കി അവൾ ഒരു റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പ്രഗ്നന്റ് ആയിട്ടൊരു വിമനെ കണ്ട് അവളാകെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി ആകട്ടെ തന്നെ രക്ഷിക്കാനായിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടേക്ക് സോൾജേഴ്സ് വരുമെന്ന് പേടിച്ച് അവളിപ്പോ നേരെ അവിടെ നിന്ന് വേറൊരു റൂമിലേക്ക് പോകുമ്പോൾ അവിടെയും അതുപോലെ തന്നെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനെ കിടത്തിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓരോ റൂമുകളിലുമായിട്ട് പല പല പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ കിടത്തിയിരിക്കുന്നതും അവൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ഡോക്ടർ കേപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ തന്നെ ബ്ലഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ലെവനെയും കലിയും പോലെയൊക്കെയുള്ള
പവർഫുൾ ആയിട്ടുള്ള അവരെ പോലത്തെ വേറെ കുട്ടികളെ ഉണ്ടാക്കാനായിട്ടാണ് ഡോക്ടർ കെ ശ്രമിക്കുന്നതെന്നും പക്ഷെ അവളുടെ യഥാർത്ഥ ഉദ്ദേശം ഒരു രണ്ടാമത്തെ വെഗ്നേനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ കെ ഇപ്പൊ ശ്രമിക്കുന്നത്. മാത്രമല്ല വെഗ്നയുടെ പോലെയുള്ള പവേഴ്സ് ആകെ കൂടി ലെവനിന് മാത്രം കിട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഡോക്ടർ കെ നമ്മുടെ ലെവനിനെ ഇത്രയും അന്വേഷിച്ച് അവളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മാത്രമല്ല നേരത്തെ കലി ഉണ്ടായിരുന്ന അതേ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മുടെ ലെവനും കിടക്കുന്ന ഒരു ഇല്യൂഷൻ പോലെ കലി അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ പപ്പ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ആകുന്നതെന്നും ഇതിന്റെ സീരിയസ്നെസ്സും മനസ്സിലാകുന്ന ലെവൻ ആകെ എക്സോസ്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം ഹെൻറി ആകട്ടെ ഇപ്പൊ ഡെറിക്കിനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ പുറകിലെ ഈ ഒരു പ്ലാനുകളൊക്കെ ചെയ്തത് ഹോളിയും മാക്സും ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതേ നേരം ഹോളിയും മാക്സും കൂടിയിട്ട് അവിടെ ഹോളിയുടെ സ്കൂളിൽ വെച്ചിട്ട് അവൾ ആ ഒരു സ്പിന്നിംഗ് വീൽമേ കിടന്ന് കറങ്ങുന്നതും അവരുടെ ഇമാജിനറി ഫ്രണ്ടിനെ കണ്ടതുമായിട്ടുള്ള ആ ഒരു മെമ്മറിയിലേക്ക് എത്തിയിട്ട് അവിടെ ഫുള്ളും അടുത്ത മെമ്മറിയിലോട്ടുള്ള ആ ഒരു ക്ലൂ പരിശോധിക്കുമ്പോൾ ഒരു സ്പിന്നിംഗ് വീലിന്റെ കളർ മാറിയിരിക്കുന്നതും മനസ്സിലാക്കുന്ന ഹോളി ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹോളിയുടെ അവസാനത്തെ ആ ഒരു മെമ്മറിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മളുടെ വീട്ടിലേക്ക് അവളുടെ അമ്മയും അവളെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ഡെമോഗോർഗൺ എത്തിയിട്ടുണ്ടായിരുന്ന അതേ മെമ്മറി തന്നെ ആയിരുന്നു. അങ്ങനെ വീണ്ടും അന്നത്തെ തന്നെ സീന് കാണുമ്പോൾ ആ ഡെമോഗോർഗൺ തന്റെ അമ്മയെ അറ്റാക്ക് ചെയ്തപ്പോൾ വളരെ നിസ്സഹായതോടെ നോക്കി നിൽക്കാൻ മാത്രം തനിക്ക് സാധിച്ചുള്ളൂ എന്നും തനിക്ക് അതിനൊന്നും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോലും സാധിച്ചില്ലെന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് അവളിപ്പോൾ വളരെയധികം റിഗ്രറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ റേഡിയോ ടവറിന്റെ അടുത്താകട്ടെ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ലൂക്കസിന്റെ പ്ലാൻ പോലെ തന്നെ ഒരു മരിച്ചുപോയ ഡെമോഗോർഗന്റെ ബോഡി എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്തിട്ട് അതിനെ ജീവൻ വെപ്പിച്ച് ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മുടെ വില്ലിനെ അതിന്റെ അടുത്ത് കൊണ്ടിരുത്തി അവനെ കൊണ്ട് വെഗ്നയുടെ മൈൻഡ് ക്രാക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്തതും ആ ഒരു ഡെമോഗോർഗൺ തിരിച്ച് ജീവനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് വില്ലിന് അതിന്റെ മെമ്മറിയിലേക്ക് കയറാൻ പറ്റുകയും അവൻ ആദ്യം തന്നെ ഇപ്പോൾ ഡെറിക്കിന്റെ മൈൻഡിലേക്ക് സ്വാപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ആ ഡെറിക്കിലൂടെ ഹെൻറിയുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ മാക്സും ഹോളിയാണെന്നും അവർ കറന്റ് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു മൊമെന്റിലാണ് ശരിക്കും മാക്സ് ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നുള്ളൊരു സത്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ മാക്സും ഹോളിയും കൂടിയിട്ട് ഹോളിയുടെ ആ ഒരു മെമ്മറിയിലേക്ക് കയറുകയും അവരുടെ എക്സിറ്റിലേക്കുള്ള ആ ഒരു വാതിൽ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ അത് അടഞ്ഞു പോകുന്നുണ്ട്. നോക്കുമ്പോൾ വെഗ്ന എല്ലാ പ്ലാനുകളും മനസ്സിലാക്കിയിട്ട് അവരുടെ പുറകിൽ തന്നെ നിന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന നേരം തന്നെ ആദ്യം ആ ഒരു ഡെമോഗോർഗന്റെ മൈൻഡ് പ്രോസസ് ചെയ്തതിനു ശേഷം പിന്നീട് ഡെറിക്കിലേക്ക് എത്തി അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ഏറ്റവും ഫൈനലി ഇപ്പോൾ വില്ല് ആദ്യമായിട്ട് വെഗ്നയുടെ മൈൻഡിലേക്ക് തന്നെ കയറിയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വില്ലിപ്പോൾ അവന്റെ മാക്സിമം സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് ആ ഒരു വെഗ്നയുടെ മൈൻഡ് തന്നെ കൺട്രോൾ ചെയ്തിട്ട് വെഗ്നയുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെഗ്ന നമ്മുടെ മാക്സിനെയും ഹോളിയുടെയും കാര്യത്തിൽ ഇപ്പൊ തീരുമാനമാക്കും എന്നുള്ള അതേ സമയത്ത് തന്നെ വില്ല് അവന്റെ പവർ ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് അതിന്റെ കാലുകൾ തന്നെ ഒടിച്ചു കളയുന്നുണ്ട്. മാത്രമല്ല വെഗ്നയുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പരിക്കുകളും ഇഞ്ചുറീസ് ഒക്കെ പറ്റിപ്പിച്ചിട്ട് വില്ലിപ്പോ നേരെ ആ ഒരു വെഗ്നേനെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിന്റെ അടുത്ത് അവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെടാനും പറയുകയാണ്. സോ ഇതിലൂടെ തന്നെ വെഗ്നയുടെ മൈൻഡിൽ ഇപ്പൊ ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മാക്സ് ഹോളിയും വിളിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ വെഗ്നയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് വെഗ്ന അവന്റെ പവർ റീഗെയിൻ ചെയ്തിട്ട് വില്ലിന്റെ അടുത്ത് തന്റെ മൈൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെടുകയും അവന്റെ പവർ ഉപയോഗിച്ച് ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് വില്ലിന് അവന്റെ മാക്സിമം പവർ യൂസ് ചെയ്യും. അതിലൂടെ അവന്റെ നോസ് ഒക്കെ ബ്ലീഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ വില്ല് തിരികെ വരുന്ന അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഡെമോഗോർഗനെ വീണ്ടും കൂടുതൽ വോൾട്ടേജും ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്ത് അതിനെ കൊന്നിട്ട് അതിനെ കരീപ്പിച്ച് കളയുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അവനാകെ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീണ് പോവാണ്. ഇതേ നേരം തന്നെ അപ്സൈഡ് ഡൗണിൽ ഡസ്റ്റിൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു തിയറി പ്രകാരം ആ ഒരു ജനറേറ്ററിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാൻസിയും ജോനാഥനും. അങ്ങനെ അവർ റൂഫ് ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് അവിടെ എന്തോ ഡിഫറെന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് ചുറ്റും ഇൻവിസിബിൾ ആയ രീതിയിൽ എന്തോ ഒരു സർക്കിൾ ഷേപ്പിൽ എന്തോ അവരുണ്ടെന്ന് മനസ്സിലാക്കി അത് ജനറേറ്റർ ആണെന്ന് കരുതിയിട്ട് നേരത്തെ ഇവർ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു ജനറേറ്ററെ നശിപ്പിച്ച് ഒരു വോളിനെ തകർത്ത് ഹോളിയെ രക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ അവര് ഇപ്പൊ ആ ഒരു ജനറേറ്റർ ആണെന്ന് വിശ്വസിക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു ലെയറിനെ ഷൂട്ട് ചെയ്ത് അതിനെ നശിപ്പിക്കാനായിട്ട് റെഡി ആകുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു റൂമിലുള്ള ജേർണലുകളും ബുക്കുകളും ഒക്കെ വായിച്ചു നോക്കുന്ന ഡസ്റ്റിന് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. വേഗം തന്നെ അവനിപ്പോ റേഡിയോ ഉപയോഗിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് തനിക്ക് പറ്റിയതൊരു മിസ്റ്റേക്ക് ആണെന്നും അവന്റെ തിയറി തെറ്റാണെന്നും അതൊരു ജനറേറ്റർ അല്ലെന്നും മാത്രമല്ല അതിനെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് ഡൗൺ നശിപ്പിക്കുക എന്നതല്ല ഈ ഒരു വേൾഡ് ഫുള്ളും തന്നെ നശിച്ചു പോകുന്നു, നമ്മളെല്ലാവരും തന്നെ മരിക്കുമെന്നും അവനിപ്പോ ഒരു റേഡിയോയിലൂടെ അവരുടെ രണ്ടുപേരോടും പറയുന്നുണ്ടെങ്കിലും
സിഗ്നലൊക്കെ വളരെ ബാഡ് ആയതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡസ്റ്റിൻ ഇപ്പോൾ അവൻ്റെ പരമാവധി ശ്രമിച്ച് ഓടിച്ചെന്ന് അവരെ ഒരു കാര്യം അറിയിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അറിയാണ്ട് നാൻസി ഇപ്പോൾ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡസ്റ്റിൻ്റെ ആ ഒരു തിയറി തെറ്റാണെങ്കിൽ ആ ഒരു എൻവലപ്പിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും മരിക്കുമെന്നാണ് ഡസ്റ്റിൻ ഇപ്പോൾ വോൺ ചെയ്തിരിക്കുന്നത്. സോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.